പ്രവേശനം ലഭിച്ചില്ല. പക്ഷേ ഈ 20-കാരിയുടെ ശമ്പളം ഇപ്പോൾ 72 ലക്ഷമാണ്. ജോലിയാകട്ടെ റോൾസ് റോയ്സിൽ. ഋതുപർണ എന്ന കൊച്ചു മിടുക്കിയുടെ കഥയാണിത്. ഋതുപർണയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവുക എന്നത്. അതിനായി അവൾ കഠിനമായി പരിശ്രമിച്ചു. MBBS മെറിറ്റിൽ പ്രവേശനം നേടുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോയി. പക്ഷേ നീറ്റ് പരീക്ഷ ആ ലക്ഷ്യത്തിലെത്താൻ അവളെ സാധിച്ചില്ല. അതുകൊണ്ട് നീറ്റ് പരീക്ഷയിൽ പിന്തള്ളപ്പെട്ടു. നീറ്റിലൂടെ പ്രവേശനം ലഭിക്കാതായതോടെ അവൾ UPSC പരീക്ഷയ്ക്കായി ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എന്നാൽ പിന്നീട് പിതാവിന്റെ ഉപദേശം അവളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. ബംഗളൂരു സ്വദേശിനിയാണ് ഋതുപർണ KS. MBBS എന്ന സ്വപ്നം കയ്യെത്തും ദൂരത്ത് നഷ്ടമായ ഋതുപർണയോട് എഞ്ചിനീയറിംഗിന് പോകാനാണ് പിതാവ് പറഞ്ഞത്. തുടർന്ന് CET വഴി മംഗളൂരുവിലെ സഹ്യാദ്രി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റിൽ റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ കോഴ്സിന് ഋതു പ്രവേശനം നേടി. പഠനവും ഇന്റേൺഷിപ്പും പൂർത്തിയാക്കി. ഇപ്പോൾ 20-ാം വയസ്സിൽ 72.3 ലക്ഷം രൂപയാണ് വാർഷിക ശമ്പളം. ഋതുപർണ റോൾസ് റോയ്സിലാണ് ജോലിക്ക് ചേർന്നിരിക്കുന്നത്. മംഗളൂരുവിലെ സെന്റ് ആഗ്നസ് സ്കൂളിലാണ് ഋതു പഠിച്ചത്. സഹ്യാദ്രി കോളേജിൽ നിന്ന് 2022-ൽ പഠനം പൂർത്തിയാക്കിയ ഋതുപർണ റോൾസ് റോയ്സിൽ ഇന്റേൺഷിപ്പ് ചെയ്തു. 6-ാം സെമസ്റ്റർ മുതൽ 8 മാസക്കാലമായിരുന്നു ഇന്റേൺഷിപ്പ്. പിന്നീട് 39.6 ലക്ഷം രൂപ വാർഷിക ശമ്പളത്തിൽ ഋതുപർണയ്ക്ക് അവിടെ ജോലി വാഗ്ദാനം ലഭിച്ചു. പിന്നീട് ഋതുപർണയുടെ ഇന്റേൺഷിപ്പ് കാലത്തെ മികച്ച പ്രകടനം പരിഗണിച്ച് റോൾസ് റോയ്സ് തുടക്ക ശമ്പളം 72.3 ലക്ഷമാക്കി ഉയർത്തുകയായിരുന്നു. കഠിനമായിരുന്നു ഋതുപർണയുടെ ഇന്റേൺഷിപ്പ് കാലത്തെ ജീവിതം. ഒരു വശത്ത് പഠനവും മറുവശത്ത് ഇന്റേൺഷിപ്പും ഒരു കുറവുമില്ലാതെ സന്തുലിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഋതുപർണയ്ക്ക് സാധിച്ചു. രാത്രി വൈകിയുള്ള ഷിഫ്റ്റുകളിലാണ് റോൾസ് റോയ്സിന് വേണ്ടി ഋതുപർണ ജോലി ചെയ്തത്. ആദ്യമായി ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള ശക്തമായ ആഗ്രഹത്തോടെ ഋതു റോൾസ് റോയ്സിൽ എത്തിയപ്പോൾ കേട്ട ചോദ്യം, ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് യോഗ്യതയുണ്ടോ എന്നായിരുന്നു. അതവളെ നിരാശയാക്കി. എങ്കിലും അവൾ തകർന്നില്ല. മുഖമുയർത്തി അവൾ ചോദിച്ചു, ഒരു ജോലി തരാമോ? എന്നാൽ നിങ്ങൾക്ക് 1 മാസം കൊണ്ട് ഒരു ജോലി പോലും പൂർത്തിയാക്കാൻ കഴിയില്ല എന്നാണ് കമ്പനി അധികൃതർ അവളോട് പറഞ്ഞത്. എന്നാൽ സ്വന്തം കഴിവിൽ അളവറ്റ ആത്മവിശ്വാസം ഉണ്ടായിരുന്ന ഋതു, ഇല്ല, നിങ്ങൾ എനിക്കൊരു ജോലി നൽകൂ എന്ന് വീണ്ടും അഭ്യർത്ഥിച്ചു. ഒടുവിൽ അവർ അവൾക്ക് 1 മാസം പരിധിയിൽ ഒരു ജോലി നൽകി. ആദ്യം അവൾക്കത് പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിലും അവൾ അക്ഷീണം പ്രവർത്തിച്ചു. 1-ലധികം ഉറവിടങ്ങളിൽ നിന്ന് ഗവേഷണം നടത്തി. ഒരാഴ്ചക്കുള്ളിൽ 1 മാസത്തെ ജോലി പൂർത്തിയാക്കി. അവളെ നിസ്സാരയായി കണ്ട മാനേജ്മെന്റ് അത്ഭുതപ്പെട്ടു. പിന്നെ അവർ അവൾക്ക് മറ്റൊരു ജോലി കൂടി അയച്ചു. തുടർന്ന് 8 മാസത്തെ എണ്ണമറ്റ വെല്ലുവിളികളായിരുന്നു. നിരവധി കഠിനമായ അഭിമുഖ റൗണ്ടുകൾ പോലും അവൾ നേരിട്ടു. 2024 ഡിസംബറിൽ എപ്പോഴെങ്കിലും നടക്കുമോ എന്ന് ചിന്തിച്ചു തുടങ്ങിയ ആ ജോലി കിട്ടുമോ എന്നവൾ സംശയിച്ചപ്പോൾ തന്നെ ഒരു PPO വഴി അവൾക്ക് നേരിട്ട് ജോലിയുടെ ഓഫർ ലഭിച്ചു. കോളേജ് ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനൊപ്പം ജനുവരി 2 മുതൽ അർദ്ധരാത്രി മുതൽ രാവിലെ 6 വരെ വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ കമ്പനി അവളോട് നിർദ്ദേശിച്ചു. ഏപ്രിൽ അവസാനത്തിൽ മറ്റൊരു അത്ഭുതം അവരെ കാത്തിരുന്നു. കമ്പനി അവരുടെ വാർഷിക ശമ്പളം 39.6 LPAയിൽ നിന്ന് 72.3 LPA ആയി വർദ്ധിപ്പിച്ചു. 7-ാം സെമസ്റ്റർ പൂർത്തിയാക്കിയ ശേഷം US-ലെ ടെക്സാസിലുള്ള റോൾസ് റോയ്സിന്റെ ജെറ്റ് ഡിവിഷനിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ഋതുപർണ. ഇപ്പോൾ ജെറ്റ് ഡിവിഷനിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജീവനക്കാരി കൂടിയായിരിക്കുകയാണ് ഇപ്പോൾ ഋതുപർണ.